Hey guys, welcome back to our channel. ഇന്ന് ഞങ്ങളപ്പോൾ ഒരു ഡെസേർട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ബ്രെഡ് കണ്ടു. അപ്പോൾ ഞാൻ ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട ഒരു വീഡിയോ ആണ്, ഒരു പുഡിങ് കേക്ക് പോലത്തത്. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് വീട്ടിൽ ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യാണ്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുക്കുന്നുണ്ട്. ഒരു 6-7 ബ്രെഡ് സ്ലൈസ് നമ്മളായിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ കൊക്കോ പൗഡർ ഉണ്ട്, കുറച്ച് ചോക്കോ ചിപ്സ് ഉണ്ട്, പാലുണ്ട്, പഞ്ചസാര ആവശ്യത്തിന്, പിന്നെ കോൺഫ്ലവർ അല്ലെങ്കിൽ കസ്റ്റേർഡ് പൗഡർ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇനി നമ്മൾ ഒരു പാൻ എടുക്കുന്നുണ്ട്. പാനിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് ചോക്കോ ചിപ്സും പിന്നെ കോൺഫ്ലവറൊക്കെ മാത്രമേ വാങ്ങാൻ വന്നുള്ളൂ. ബാക്കി എല്ലാം തന്നെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊരു പാനിലേക്ക് നമ്മളിതെല്ലാം കൂടെ ഇടുകയാണ്. എന്നിട്ട് കുറച്ച് കൊക്കോ പൗഡറും പിന്നെ നമ്മുടെ കോൺഫ്ലവറും പാലും പഞ്ചസാരയും ചോക്കോ ചിപ്സും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നമ്മുടെ അടുപ്പത്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളായിട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്ര സിമ്പിളായിരുന്നോ എന്ന് തോന്നിപ്പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ട്രൈ ചെയ്യണം. അമ്മ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. കൊച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമായി, എനിക്കും ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, അത് പ്രത്യേകം തന്നെ പറയണം. പിന്നെ ഇതിനുണ്ടാക്കാനായിട്ട് ഓവണോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഓവണൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ ആ സംഭവം കുറച്ചും കൂടി നല്ലതായിട്ട് കിട്ടിയാനേ. അതിൻ്റെ ഔട്ട് എങ്ങനെയാണ് പറഞ്ഞതെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രെഡിൻ്റെയൊക്കെ ടേസ്റ്റ് ഞാൻ വിചാരിച്ചു ബ്രെഡിൻ്റെയൊക്കെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് നിൽക്കുമെന്ന്. പക്ഷേ ആ ബ്രെഡിൻ്റെ ടേസ്റ്റ് ഒന്നും നിന്നില്ല. കൊക്കോ പൗഡർ ഉള്ളതുകൊണ്ട് തന്നെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റായിരുന്നു നന്നായിട്ട് നിന്നത്. നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ഭയങ്കര സിമ്പിളാണ്. ഞാനിപ്പോൾ ഇത് കുറച്ചാളായി ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ എനിക്ക് ഉണ്ടാക്കണം എന്നിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നു. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പക്ഷേ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നു. ഇത് നമ്മളെല്ലാം പാനിലിട്ടിട്ട് ജസ്റ്റ് ആ ബ്രെഡ് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുകയാണ് ചെയ്യണേ. പിന്നെ കൊക്കോൻ്റെ ചോക്ലേറ്റിൻ്റെ കളറ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചും കൂടെ കൊക്കോ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടപ്പ് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, എന്നിട്ട് ഇത് കുറുകി വന്നോളും നന്നായിട്ട്. അപ്പോൾ ആദ്യം കുറുകുന്നുണ്ടായിരുന്നില്ല, പക്ഷേ പിന്നെ അങ്ങോട്ട് കുറുകി വന്നു ശരിക്കും. പിന്നെ ഈ ബ്രെഡൊക്കെ ശരിക്കും ഇങ്ങനെ അലിഞ്ഞങ്ങ് പോകും. കട്ടയായിട്ടാണെങ്കിൽ അതിങ്ങനെ ഉടച്ചൊടിച്ച് അതൊക്കെ ഇങ്ങനെ അലിഞ്ഞ് പോകും. സംഭവം നല്ലതാണ്. ഞാനിപ്പോൾ തന്നെ വെറുതെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി മധുരം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പഞ്ചസാര ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ, ചോക്ലേറ്റൊക്കെ ഇട്ടതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് മധുരം ഉണ്ടോയെന്ന് നോക്കി. അപ്പോൾ നിങ്ങളും അതേപോലെ മധുരമൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. അപ്പോൾ ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ ഇത്തിരി മധുരമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് ചോക്ലേറ്റിനായിട്ട് ഫ്ലേവർ നന്നായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 10-20 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നിട്ടാ. എനിക്ക് തോന്നുന്നു ഞാൻ കോൺഫ്ലവർ എടുത്തത് കുറച്ച് കുറഞ്ഞു പോയി എന്ന് തോന്നി, എനിക്കറിയില്ലായിരുന്നു. പിന്നെ അതുകൊണ്ടായിരിക്കാം കുറുകാൻ ഇച്ചിരി ടൈം എടുത്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുറുകി വരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഇങ്ങനെ പാനിൽ നിന്ന് വിട്ടു പോകുന്ന രീതിയിലാവണം. അങ്ങനെ ഇതിങ്ങനെ ഇളക്കി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സംഭവം ഇപ്പോൾ ഏകദേശം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. പാനിൽ നിന്ന് ശരിക്കും ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഈ ഒരു പാകമാണ് ശരിക്കും നമുക്ക് വേണ്ടത്. നമുക്കാർക്കും പിന്നെ ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം കൂടെ ആവട്ടെ എന്ന് അമ്മ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കുകയാണ്. പക്ഷെ അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് നേരം കൂടെ എന്തോരം ആവാൻ പറ്റുമോ അത്രയും ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേണ്. പിന്നെയും കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരുന്നേച്ചു. അത് കഴിഞ്ഞ് നമ്മളിത് ചെയ്യേണ്ടത് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കണം. അപ്പോൾ കറക്റ്റ് ഇപ്പം ഇതൊരു ഇങ്ങനെ ബാറ്റർ പരിവായിട്ടില്ലല്ലോ. അപ്പോൾ ഇതിനൊന്ന് മിക്സിയിലും കൂടി ഇട്ട് ശരിക്കും കറക്കി വരുമ്പോൾ കറക്റ്റ് നമ്മുടെ ബാറ്റർ കറക്റ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ ശരിക്കും വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പം സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഇരുന്ന് അടുക്കി പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതൊന്ന് അടുപ്പത്തുനിന്ന് ഇറക്കി മാറ്റി വെച്ചു. എന്നിട്ട് ഇനി ഇത് ചൂടാറിയിട്ട് മാത്രമേ നമ്മൾ മിക്സിയിലിട്ട് കറക്കിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിത് ഓരോ മിക്സിയിലേക്ക് കുറേശ്ശെയാണ് ഇട്ട് വയ്ക്കുന്നത്. ഫുള്ള് ചെയ്താൽ ചിലപ്പോൾ ആവില്ല. അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അങ്ങനെ നമ്മൾ ആദ്യം ഞാൻ മൊത്തം ഇട്ടു. അപ്പോൾ മിക്സി ജാർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, കറങ്ങുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ സംഭവം റെഡിയായി. ഇതേപോലെ നല്ലൊരു ബാറ്ററായിട്ടോ നമ്മുടെ ചോക്ലേറ്റൊക്കെ എങ്ങനെയാണ് അതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന കുറച്ച് സംഭവങ്ങൾ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടും കൂടിയാണ് ഞാനിത് മെയിനായിട്ട് ഉണ്ടാക്കാമെന്ന് തന്നെ പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം വീട്ടിലുണ്ടായിരുന്നു, ഞാൻ വാങ്ങിക്കേണ്ടി വന്നില്ല. ഇത് പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം കൂടെ നമ്മുടെ പാത്രത്തിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചു. ബാക്കിയുള്ളത് ഞാൻ 2 കറിപ്പാത്രത്തിലാക്കിയാണ് വെച്ചത്. അങ്ങനെ നമ്മൾ അതിനകത്ത് റെഡിയാക്കി. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇങ്ങനെ അരിപ്പയിൽ ഇങ്ങനെ ഇട്ട് കാണിച്ചിടുന്നുണ്ട് ഒരു ഭംഗിക്ക്. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും ഇത് ഇടുന്നുണ്ട് കേട്ടോ. ഈ സംഭവം ഇങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിട്ട്, നല്ലൊരു ലുക്കാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ. പിന്നെ നല്ല മണവും വരുന്നുണ്ട്. കൊക്കോ പൗഡറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല, പുറത്ത് വെക്കണത് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കട്ടയായിട്ടില്ല. എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചത് ശരിക്കും കട്ടയാവും. അപ്പോൾ അങ്ങനെ ഒരെണ്ണം എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ആണെങ്കിൽ ഒട്ടും ക്ഷമയില്ല, എങ്ങനെ ഉണ്ടാവും. ഒരു ഫസ്റ്റ് ട്രൈ അല്ലേ, എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം വായിൽ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ അലുത്ത് പോകും, മെൽറ്റായി പോണ സംഭവം ഉണ്ടോ. വായിൽ നിന്ന് ഇങ്ങനെ വെക്കുമ്പോൾ അലുത്ത് പോകണ ടൈപ്പാണ്. നല്ല ടേസ്റ്റാട്ടോ. കൊക്കോ പൗഡറൊക്കെ മീതെ കൂടെ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ചോക്കോ ചിപ്സ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ കടിക്കാനും കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ കൊക്കോ പൗഡറൊക്കെ ആവശ്യത്തിന് കൂടുതൽ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് മത്തടിക്കുന്നുമുണ്ട്. അങ്ങനെ ഞാനപ്പോൾ ഇനി അടുത്തത് ഹേസുവിന് കൊടുത്തു. അപ്പോൾ അവൾക്കും ഇതിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണമ്മ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പല്ലിലൊക്കെ നിറയെ ചോക്ലേറ്റിൻ്റെ കളറായിരുന്നു. അപ്പോൾ അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സംഭവം സൂപ്പറാണ്, ഈസിയാണ് ട്രൈ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഫ്രിഡ്ജിലുള്ളത് എങ്ങനെ ഉണ്ടാവുമെന്ന് സെറ്റായിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അതിപ്പോൾ സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. അതെങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഏതാണ് നല്ലതെന്നും പറയാം. അതുകൊണ്ടാണ് ഒരെണ്ണം പുറത്ത് വെച്ചത്. ഏതാണ് നല്ലതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരെണ്ണം പുറത്തും വെച്ചു, ബാക്കിയെല്ലാം ഫ്രിഡ്ജിലും വെച്ചു. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. എന്നിട്ട് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി നോക്കി. എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. മറ്റേത് ഇത്തിരി മെൽറ്റായിട്ടിരിക്കുമായിരുന്നു. ഇത് ഇച്ചിരി കട്ടയായിട്ടുണ്ട്. അപ്പോൾ കട്ടയായി കഴിയുമ്പോൾ ഇത്തിരി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോണും ഇതും വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. കണ്ടത് നല്ലൊരു കേക്കിൻ്റെ ഭാഗത്തിന് നല്ല കട്ടായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്നും കൂടെ ആവാനുണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ. ഞാനിപ്പോൾ വെച്ചിട്ടൊരു 2 മണിക്കൂറായിട്ടുണ്ടാവുള്ളൂ. 2 മണിക്കൂറേ ആയിട്ടുണ്ടാവുള്ളൂ. കുറച്ച് നേരം കൂടി ഇരുന്നാൽ ശരിക്കും നല്ല രീതിയിൽ കട്ടയാവും. ഞാൻ ഫ്രീസറിലല്ല, നോർമൽ തന്നെയാണ് വെച്ചത്. ഫ്രീസറിൽ വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്ക് സ്റ്റേ ട്യൂൺഡ്, ബൈ. ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.